പോരെ. ഈ തിരക്കിനിടയിൽ വിഷ്ണുട്ടനെ വെറുതെ ബുദ്ധിമുട്ടിച്ചു. ഓർമ്മിപ്പിച്ചത് നന്നായി. അവിടെ എന്റെ 2-3 ക്ലയൻസ് കാത്തിരിപ്പുണ്ട്. ഞാൻ പെട്ടെന്ന് വരാം. ബൈ. എന്താ ജോത്സ്യന്റെ പേര്? ആ വെള്ളിയമ്മൂങ്ങ എനിക്കൊന്ന് കാണണം. മറ്റേ മേരെ എവിടുന്നാ? ഒരുപാട് കേട്ടിട്ടുണ്ട്. നേരിട്ട് കാണാൻ അവസരം കിട്ടിയത് ഇപ്പോഴാ. ഞാനൊരു വഴിക്ക് ഇറങ്ങാണല്ലോ. സമയം വളരെ വിലപ്പെട്ടതാണ്, അങ്ങയുടെയും എന്റെയും. അതുകൊണ്ട് ആഗമന ഉദ്ദേശം പെട്ടെന്ന് പറയാം. എന്താ നിങ്ങളുടെ ആവശ്യം? ആ കബഡി ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ. ഞാനൊരു അത്യാവശ്യക്കാര്യത്തിന് ഇറങ്ങിയതാ. അയ്യോ, അങ്ങനെ പറയരുത്. അതിലും വലിയ അത്യാവശ്യക്കാരനാണ് ഞാൻ. എങ്കിൽ പിന്നൊരിക്കലും വരൂ. അത് പറ്റില്ല സ്വാമി. എന്താ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇല്ല, അല്പം ബുദ്ധിക്കുറവുണ്ടേ. കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ. അതെയോ? കാലത്ത് 2 പെൺകൊച്ചുങ്ങളിവിടെ വന്നിരുന്നു. അതിലൊരാളുടെ കളഞ്ഞുപോയ 2 കൂട്ടുകാരികളെ കണ്ടുപിടിക്കാൻ വേണ്ടി. ഓ, ഒരു മീരയും ചിത്രയും. അതെ സ്വാമി. ആ കൂട്ടുകാരികളെ കിട്ടുവോ സ്വാമി? ആ രാശി ഞാൻ നന്നായി നോക്കിയതാ. എന്താ സ്വാമി, മീരയുടെ കൂട്ടുകാരികൾ എവിടെയാ? കയ്യെത്തും ദൂരത്തുണ്ടോന്ന് പറഞ്ഞതാണല്ലോ. എന്ന് പറഞ്ഞ ആളിനെ കാണണ്ട സ്വാമി. നിങ്ങളാരാ? ഞാൻ മീരയുടെ ചേട്ടനാ. ചേട്ടനോ? അതെ. എങ്കിലേ ആ കുട്ടിയെ വിവാഹം ചെയ്യാൻ പോണ ആളിൽ നിന്നും അവളെ രക്ഷിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കണമെന്ന് മനസ്സിലായിക്കൊള്ളാം. കുറുക്കന്റെ കയ്യിലെ കോഴി ആരെങ്കിലും നോക്കാൻ ഏൽപ്പിക്കും. കഷ്ടം. ആ ബന്ധം ഉടനെ തന്നെ ഞങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നതായിരിക്കും. എന്നാലേ തന്റെ പെങ്ങൾക്ക് കൊള്ളാം. സ്വാമി, അവളുടെ കൂട്ടുകാരികൾ എവിടെയാണെന്ന് മാത്രം പറഞ്ഞില്ല. പറഞ്ഞില്ലേ? കൂടെയുണ്ട്. നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. കൂടെ തന്നെ ഉണ്ടാവാൻ അവരാരാ? കർത്താവോ? അവര് കർത്താവിന് തുല്യ. ആരെയോ ആപത്തിന്ന് രക്ഷിക്കാനുള്ള നിതാന്ത പരിശ്രമത്തിലാ അവര്. അയ്യടാ, ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് അങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ? എത്ര രൂപ തന്നു അവര്? ആര്? ആ കൂട്ടുകാരികള്, ഓറഞ്ചും പാർവതിയും. നിങ്ങൾ എന്തൊക്കെയായി പറയണേ? മീരയുടെ ജീവൻ രക്ഷിക്കാൻ അവളുടെ കൂട്ടുകാരികള് ഒരു പൂണൂരും രുദ്രാക്ഷവും ചാർത്തി പറഞ്ഞു വിട്ടിരിക്കുകയാണ് അല്ലേ? മിസ്റ്റർ, നിങ്ങൾ എന്തൊക്കെയായി പറയണേ? അത്ര വലിയ ജോത്സ്യനാണെങ്കിൽ പറയടോ, അവരെവിടെയാ? അതെനിക്ക് അറിയില്ല എന്ന് പറഞ്ഞില്ലേ? എന്നാ എനിക്കറിയാം. എന്റെ കാൽ കീഴിലുണ്ടവര്. ചവിട്ടി അരക്ക് ഞാൻ രണ്ടിനെ. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടേ? താനൊന്നും തരണ്ട, എല്ലാം ഞാൻ നേടിയെടുത്തോളാം. പിന്നെ താൻ വരട്ടി വിട്ടില്ലേ ഒരു പെണ്ണിനെ? ഭർത്താവ് കാരണം ചുടലപ്പറമ്പിൽ എത്തുമെന്ന്. ആ പെണ്ണിന്റെ ഭർത്താവാകാൻ പോകുന്ന കാലനാ ഞാൻ. കാലൻ. തന്നെ വേഷം കെട്ടിച്ചവരോട് പറഞ്ഞേക്ക് വിഷ്ണുവർദ്ധനെ അവർക്കൊന്നും ഒരു ചുക്കം ചെയ്യാൻ കഴിയില്ലെന്ന്. മിസ്റ്റർ, ആരെങ്കിലും വേഷം കെട്ടിച്ചതായിക്കോട്ടെ, നിങ്ങളാണ് ആ പെൺകുട്ടിയെ കെട്ടാൻ പോണ ആളെന്ന് പറഞ്ഞുകൊണ്ട് പറയാ. മീരയുടെ കൂട്ടുകാരികള് ഉടനെ തന്നെ അവളുടെ അരികിലെത്തും. അതിനി അധിക നാളില്ല. ഒരുപക്ഷെ ഇന്ന് തന്നെ. ഇവിടെ എത്തിപ്പെട്ട സ്ഥിതിക്ക് വർമ്മ സാറിന്റെ മകൾ മീരയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാൻ എളുപ്പോ? ഇവിടെ നിന്നോ? ഇവിടെ ഇരുന്ന് എങ്ങനെയാ? എനിക്കിതിനകത്ത് എന്നൊരു ശ്വാസം മുട്ടുന്നു. എല്ലാ ശ്വാസം മുട്ടലും നമുക്ക് ഒഴിവാക്കാം. എങ്ങനെ?
വിഷ്ണുവർദ്ധൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ നമ്പർ അവന്റെ ഫോണിൽ കാണാതിരിക്കില്ലല്ലോ. അതിങ്ങനെ നമുക്ക് കിട്ടും? അവൻ ആ ഫോൺ നിലത്ത് വെച്ചിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ട്. അഥവാ വെച്ചാലും അതൊക്കെ വലിയ റിസ്കാ ഓറഞ്ച്. റിസ്ക് ഏറ്റെടുക്കണം. അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചവരല്ലേ നമ്മൾ. എന്നാ പറ, എങ്ങനെ എങ്ങനെ നമ്മൾ അവന്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ കൈക്കലാക്കും? അതിനൊക്കെ വഴിയുണ്ട്. ആ കാര്യം ഞാൻ ഏറ്റു. വേണ്ട, ഞാൻ ചെയ്തോളാം. നീ പറഞ്ഞാ മതി. എങ്ങനെ, എപ്പോ? ഇന്ന് തന്നെ. ഇന്നോ? എന്താ പേടിച്ചു പോയോ? ഏയ്, നീ പറ, എങ്ങനെയാ അത് കൈക്കലാക്കണ്ടേ? ഉറങ്ങുമ്പോ.